Hi viewers, today we are going to discuss about models of organizational behavior. Models of organizational behavior. Models are frameworks or possible explanations. Why do people behave as they behave at work? There are so many models as many are organizations. All the models of organizational behavior can be classified into autocratic, custodial, supportive and collegial. മോഡൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ ആൾക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നതിനെ വിശദീകരിക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ് മോഡൽ. ആ ഒരു പ്രത്യേക മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കാം ആൾക്കാരവിടെ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മോഡലിനനുസരിച്ചിട്ട് ഓരോ ഫ്രെയിം വർക്കിനനുസരിച്ചിട്ട് ആൾക്കാർ ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ട് ആൾക്കാർ ഓരോ രീതിയിലും ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിനൊരു ഉത്തരമാണ് മോഡൽ. ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ മോഡൽസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. The autocratic model. In case of an autocratic model, the managerial orientation is dictatorial. The managers exercise their commands over employees. The managers give orders and the employees have to obey the orders. Thus, the employees' orientation towards the managers or bosses is obedience. Under autocratic conditions, employees usually give minimum performance and in turn get minimum wages. Some employees give higher performance either because of their achievement drive or the personal liking to the boss or because of some other factor. The combination of emerging knowledge about the needs of the employees and ever-changing societal values and norms suggested managers to accept alternative and better ways to manage people at work. നമുക്ക് ആദ്യം ഓട്ടോക്രാറ്റിക് മോഡൽ എന്താണെന്ന് നോക്കാം. ഓട്ടോക്രാറ്റിക് മോഡൽ എന്ന് പറഞ്ഞാൽ മാനേജേഴ്സ് അവിടെ ഒരു ഡിക്റ്റോറിയലായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ ആജ്ഞാപിക്കുന്ന എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന കമാൻഡ് കൊടുക്കുന്ന ഒരു റോളിലായിരുന്നു മാനേജേഴ്സ്. അതാണ് ഓട്ടോക്രാറ്റിക് മോഡലിൻ്റെ ഒരു പ്രത്യേകത. മാനേജേഴ്സ് ഓർഡേഴ്സ് കൊടുക്കും, എംപ്ലോയീസ് അത് അനുസരിച്ച് കൊള്ളണം. യഥാർത്ഥത്തിൽ എംപ്ലോയീസ് മാനേജേഴ്സിനെ അനുസരിച്ചിരുന്നത് അവരുടെ ഒബീഡിയൻസ് കൊണ്ടാണ്. ഈ ഓട്ടോക്രാറ്റിക് കണ്ടീഷൻസിൽ എംപ്ലോയീസ് സാധാരണ അവർക്ക് പെർഫോം ചെയ്യുന്ന ആ ഒരു ലെവലാണ് വെച്ചാൽ അവരുടെ കഴിവിനനുസരിച്ചിട്ട് അവർക്ക് ഒരിക്കലും പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ എന്താണോ മാനേജർ പറയുന്നത് അതനുസരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എംപ്ലോയിയുടെ ഒരു സ്കില്ലൊന്നും പുറത്തെടുക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല, അല്ലെങ്കിൽ മാനേജേഴ്സ് അതിനെ അനുവദിക്കാറുമില്ല. അപ്പോൾ പെർഫോമൻസ് കുറവായതുകൊണ്ട് തന്നെയും അവർക്ക് ലഭിക്കുന്ന വേജും കുറവായിരുന്നു. ഇനി ചില എംപ്ലോയീസ് നന്നായിട്ട് പെർഫോം ചെയ്യും, അവരുടെ ജോലി അവരെ ഏൽപ്പിക്കുന്ന ജോലി നന്നായിട്ട് ചെയ്യും. അതിൻ്റെ കാരണം അവർക്കൊരു അച്ചീവ്മെൻറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ചിലരുണ്ടല്ലോ എന്തും അച്ചീവ് ചെയ്യണം അങ്ങനെ തോന്നലുള്ളവർ, അത് അവരെ അത് തന്നെ മോട്ടിവേറ്റ് ചെയ്യും. അത്തരം ആൾക്കാർ നന്നായിട്ട് പെർഫോം ചെയ്യും. അല്ലെങ്കിൽ ആ മാനേജേഴ്സിനോടുള്ള പേഴ്സണൽ ലൈക്കിങ്, മാനേജേഴ്സിനോടുള്ള ഒരടുപ്പം വെച്ചിട്ട് അങ്ങനെ ജോലി ചെയ്യും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാക്ടർ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ബാക്കി എല്ലാവരും ജോലി ചെയ്തിരുന്നത് മാനേജേഴ്സിനെ ഒബേ ചെയ്യുക, അനുസരിക്കുക എന്നുള്ള കാരണം കൊണ്ടാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഓട്ടോക്രാറ്റിക് മോഡൽ പലരാലും ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പോൾ പല ഭാഗത്തു നിന്നും പല പഠനങ്ങളുമൊക്കെയും ഈ ഓട്ടോക്രാറ്റിക് മോഡലിനെ എതിരായിട്ട് നിന്നു. ധാരാളം തിയറിസ്റ്റുകളൊക്കെ അന്ന് ഈ ഓട്ടോക്രാറ്റിക് മോഡലിനെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം അഭിപ്രായപ്പെട്ടത് സമൂഹത്തിൻ്റെ മൂല്യങ്ങളനുസരിച്ചിട്ട്
എംപ്ലോയീസിനും മാറ്റം വരുത്തണം. അപ്പോൾ സമൂഹത്തിൻ്റെ മൂല്യങ്ങൾ ഒബേ ചെയ്യുക എന്നതിൽ നിന്നും മാറി മാറി വരികയായിരുന്നു. ആ അവസരത്തിലാണ് പല തിയറിസ്റ്റുകളും ഇത് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവർ ചിന്തിച്ചു, സമൂഹം മാറി, പക്ഷെ ഓർഗനൈസേഷൻസിൽ ഇപ്പോഴും ആ ഓട്ടോക്രാറ്റിക് മോഡലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ മാനേജേഴ്സിനോട് പലരും സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ജോലിസ്ഥലത്ത് വർക്കേഴ്സിനെ മാനേജ് ചെയ്യുവാൻ മറ്റെന്തെങ്കിലും ഒരു മികച്ച ഒരു ഓൾട്ടർനേറ്റീവ്, മറ്റെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തുവാൻ ഈ തിയറിസ്റ്റുകൾ, ഈ ഓട്ടോക്രാറ്റിക് മോഡലിനെ കുറിച്ച് പഠിച്ച തിയറിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഓട്ടോക്രാറ്റിക് മോഡൽ ഒബീഡിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, പക്ഷേ സൊസൈറ്റൽ വാല്യൂസ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആൾക്കാരുടെ സ്കില്ലിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ രീതിയിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഓർഗനൈസേഷന് മാറണമെന്ന് പലരും അഭിപ്രായപ്പെട്ടു. While studying employees, the managers realized and recognized that although the employees managed under autocratic style do not talk back to their boss, they certainly think bad about the system. Such employees filled with frustration and aggression. This made managers think how to develop better employee satisfaction and security. This called for introduction of welfare programs to satisfy security needs of the employees. Welfare programs lead to employee dependence on the organization. നമുക്ക് ഓട്ടോക്രാറ്റിക് മോഡൽ പഠിച്ചപ്പോൾ മനസ്സിലായില്ല അതിൻ്റെ പ്രത്യേകത. ആക്ച്വലി അതിനകത്ത് എംപ്ലോയീസ് ഒന്നും തന്നെ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പോൾ അത് മാനേജേഴ്സ് മനസ്സിലാക്കി. എംപ്ലോയീസിനെ സ്റ്റഡി ചെയ്തപ്പോൾ, അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവരെ നിരീക്ഷിക്കുകയൊക്കെ ചെയ്തപ്പോൾ പല മാനേജേഴ്സിനും മനസ്സിലായി തുടങ്ങി ഓട്ടോക്രാറ്റിക് മോഡൽ എംപ്ലോയീസിന് ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അതിൽ നിന്നുമാണ് അവർ ചിന്തിക്കാൻ തുടങ്ങിയത്. ഈ എംപ്ലോയീസിന് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ തോന്നിപ്പിക്കുവാനും അവർക്കൊരു സെക്യൂരിറ്റി ഫീൽ എന്ന് വെച്ചാൽ ഈ വളരെ സെക്യൂർഡാണ്, ഈ ജോലി ഞങ്ങളെ സംരക്ഷിക്കും എന്നൊക്കെയുള്ളൊരു തോന്നൽ, ഈ ജോലിയിലൂടെ ഒരു സംരക്ഷണം ഉറപ്പാക്കാൻ പറ്റും എന്നൊക്കെ ഒരു തോന്നൽ അവരിൽ ക്രിയേറ്റ് ചെയ്താൽ അവർ എന്നും ഓർഗനൈസേഷനിൽ നിൽക്കുകയും ആ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നന്നായി പെർഫോം ചെയ്യുകയും അവർ ആ ഓർഗനൈസേഷനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യും എന്നൊരു തോന്നൽ മാനേജേഴ്സിനുണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെൽഫെയർ പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പലതരത്തിലുള്ള വെൽഫെയർ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അവർക്ക് ചില എംപ്ലോയീസിന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ചില ക്യാൻറ്റീൻ ഫെസിലിറ്റി, നല്ല ക്വാളിറ്റിയുടെ കൂടെയുള്ള കെയറിങ്, ഇതെല്ലാം എന്താണ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. പല കമ്പനികളിലും മാനേജേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മാനേജേഴ്സ് വിചാരിച്ചത് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതോടുകൂടെ എംപ്ലോയീസ് എല്ലാം വളരെ ഹാപ്പി ആകും, അതുവഴി അവരുടെ പെർഫോമൻസ് ഉയർത്താൻ കഴിയും എന്നാണ് ചിന്തിച്ചത്. ഇതിനെയാണ് കസ്റ്റോഡിയൽ മോഡൽ എന്ന് പറയുന്നത്. എംപ്ലോയീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ മോഡലിനെ കസ്റ്റോഡിയൽ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ സംരക്ഷണയിൽ വെച്ചുകൊണ്ട് എംപ്ലോയീസിനെ എന്നും എന്താണ് അവരുടെ ഒരു പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക, അത്തരം മോഡലിനെയാണ് കസ്റ്റോഡിയൽ മോഡൽ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വെൽഫെയർ പ്രോഗ്രാംസിലെല്ലാം ആകൃഷ്ടരായി എംപ്ലോയീസ് എന്നും ആ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നന്നായി പെർഫോം ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള വെൽഫെയർ പ്രോഗ്രാംസൊക്കെ കൊടുക്കുമ്പോൾ എംപ്ലോയീസിനൊരു ചിന്ത വരും, ഞങ്ങളെ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നന്നായിട്ട് ജോലി ചെയ്യാം, അങ്ങനെ പെർഫോമൻസ് ഉയർത്താം എന്നതായിരുന്നു കസ്റ്റോഡിയൽ മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ മാനേജേഴ്സ് കരുതിയത്. ദി സപ്പോർട്ടീവ് മോഡൽ. The supportive model is founded on leadership, not on money or authority.
In fact, it is a manager leadership style that provides an atmosphere to help employees grow and accomplish their tasks successfully. The managers recognize that workers are not by nature passive and disinterested in organizational needs, but they are made so by an inappropriate leadership style. The managers believe that given due and appropriate chances, the workers become ready to share responsibility, develop a drive to contribute their skills, and improve themselves. Thus, under supporting approach, the management's orientation is to support the employee's job performance for meeting organizational and individual goals. നമുക്ക് അടുത്തായിട്ട് സപ്പോർട്ടീവ് മോഡൽ എന്താണെന്ന് നോക്കാം. സപ്പോർട്ടീവ് മോഡൽ ലീഡർഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലീഡർഷിപ്പായിരുന്നു, അല്ലാതെ പണമോ അധികാരമോ അല്ലായിരുന്നു അതിൻ്റെ അടിസ്ഥാനം. സപ്പോർട്ടീവ് മോഡലിൻ്റെ യഥാർത്ഥത്തിൽ ഈ മോഡൽ അനുസരിച്ച് മാനേജറൽ ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഒരു എംപ്ലോയിക്ക് അവരുടെ ഗ്രോത്തിനും അതുപോലെ അവരുടെ ടാസ്ക് നന്നായിട്ട് ചെയ്യാനൊക്കെ സഹായകരമാകുന്നത്. അതൊരു ഡിസൈഡിങ് ഫാക്ടറാണ് അവരെ ലീഡ് ചെയ്യുന്ന മാനേജറിൻ്റെ ലീഡർഷിപ്പ് സ്റ്റൈൽ. അപ്പോൾ അന്ന് മാനേജേഴ്സ് റിക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യം ഇതായിരുന്നു. യഥാർത്ഥത്തിൽ എല്ലാ എംപ്ലോയീസും അങ്ങനെ മടിയുള്ള ഒരു സ്വഭാവക്കാരല്ല, ജോലിയോട് താല്പര്യമില്ലാത്ത സ്വഭാവക്കാരല്ല, ഓർഗനൈസേഷൻ്റെ നീഡ്സിനോട് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തവരല്ല. യഥാർത്ഥത്തിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആ എംപ്ലോയീസിന് ചേരാത്ത വിധത്തിലുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് കൊണ്ട് അവരങ്ങനെ മാറുന്നതാണ്. അവർ ഒരു വളരെ പാസീവായിട്ടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ലാത്ത രീതിയിൽ അവർ മാറുന്നതാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ അവരെ മാറ്റിയെടുക്കാം. അതാണ് സപ്പോർട്ടീവ് മോഡൽ പറയുന്നത്. അങ്ങനെ മാനേജേഴ്സ് ചിന്തിക്കാൻ തുടങ്ങി, നല്ല ശരിയായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈല് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ എംപ്ലോയീസ് അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്തങ്ങൾ നന്നായിട്ട് ചെയ്യും, അവരവരുടെ സ്കില്ല് കോൺട്രിബ്യൂട്ട് ചെയ്യും, അവരുടെ കഴിവും അവരുടെ സമയവും ഒക്കെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ അവർ സ്വയം എന്താണ് ഇമ്പ്രൂവ് ആവും. അവരവരുടെ സ്കില്ല് ഉപയോഗിക്കുക വഴി, അവർ നന്നായിട്ട് പെർഫോം ചെയ്യുക വഴി അവർ സ്വയമേവ ഇമ്പ്രൂവ് ആകുകയാണ് ചെയ്യുന്നത്. ഇതാണ് സപ്പോർട്ടീവ്